അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരുന്നിട്ടില്ല. നമ്മൾ ഇരുന്നതും MLA അടക്കമുള്ള ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് കൂടാതെ 2 എണ്ണം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബഹിഷ്കരിച്ചായിരുന്നു. അവർക്കൊരു സ്ഥിരം സമിതി അധ്യക്ഷരെ കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചാനൽ 10 വാർത്ത നൽകിയിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നാസർ മാസ്റ്റർ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ UDF വലിയ പ്രശ്നങ്ങളാണ്, പൊട്ടിത്തെറിയാണെന്ന രീതിയിലൊക്കെയാണ് വ്യാപകമായി പ്രചാരണം വരുന്നത്. കാര്യത്തിൽ നാസർ മാസ്റ്ററുടെ പ്രതികരണം എന്താണ്? ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ കൈക്കൊണ്ടത് മേൽ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ MLA ഓഫീസിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ പിന്നെ ആകെ ബ്ലോക്ക് പഞ്ചായത്ത് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, വൈസ് പ്രസിഡന്റ് അതടക്കമുള്ളത്, അടക്കം കൂട്ടിയുണ്ടാവുക. അതിൽ 3 എണ്ണവും കോൺഗ്രസിന് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരിക്കലും നമുക്ക് പ്രായോഗികമായിട്ട് കഴിയുന്ന കാര്യമല്ല എന്നുള്ള നിലക്ക് നമ്മൾ ആ കാര്യം പറയുകയും അങ്ങനെ ചർച്ച അവിടെ വഴിമുട്ടുകയും ചെയ്തപ്പോൾ നമുക്ക് മേൽ കമ്മിറ്റിക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞാൽ പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ മാത്രം വരുന്നതല്ല, 3 മണ്ഡലം പെട്ടതാണ്. മഞ്ചേരി മണ്ഡലം, അതേപോലെ തന്നെ മങ്കട മണ്ഡലവും പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മേൽ കമ്മിറ്റിക്ക് വിടേണ്ടി വന്നത്. അവരുടെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നത്. അല്ല, ഇപ്പോ 3 എണ്ണം എന്ന് വാശി പറയുന്നു. പക്ഷെ അവർ പറയുന്നത് 1 എണ്ണം മാത്രം. അവര് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്, അതുകൂടാതെ 1 എണ്ണം മാത്രമാണ് അവര് ആവശ്യപ്പെട്ടത്. പക്ഷെ അത് തരാതെ 3 മുസ്ലിം ലീഗ് തന്നെ എടുക്കാൻ തീരുമാനിച്ചതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണമെന്നും പറഞ്ഞവര്. അല്ല, അങ്ങനെയല്ല ഉണ്ടായത്. അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരുന്നിട്ടില്ല. നമ്മൾ ഇരുന്നതും MLA അടക്കമുള്ള ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് കൂടാതെ 2 എണ്ണം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അത് പ്രായോഗികമായിട്ട് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. അവരുടെ സ്ട്രെങ്തിനനുസരിച്ചല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യപ്പെടുക. ശരിയാണ്, അതൊരു ശരിയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കാര്യത്തില് ടീം UDF എന്നുള്ളത് ടീം ലീഗായി മാറിയ തരത്തിലൊക്കെയാണ് കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കന്മാരും ഒക്കെ പ്രതികരിച്ചത്. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങളൊക്കെ UDF ബലക്ഷയം ഉണ്ടാക്കാൻ കാരണമായേക്കില്ലേ? അല്ല, ടീം UDF ആയിട്ട് തന്നെ പോകും. ഒരു പ്രശ്നം ആ കാര്യത്തിലില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഇലക്ഷന് ശേഷം ഉണ്ടായ ചില വിഷയങ്ങൾ, ലീഗും കോൺഗ്രസും ഉണ്ടാക്കിയ ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകളൊക്കെ തെറ്റിച്ചിട്ട് ചില വേണ്ടാത്ത ചെയ്തികളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടീം UDF ആയിട്ട് തന്നെ പോകും. അല്ലാതെ ഒരൊറ്റ പാർട്ടി എന്നുള്ള നിലക്ക് പോകില്ല. എന്തായാലും മറ്റുള്ള ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികളുടെ പോലെ പരസ്പരം പഴിചാരി അങ്ങനെ രീതിയിലൊന്നും ഇവിടെ UDF പോകില്ല, ഒറ്റക്കെട്ടായിട്ട് പോകും. അതായത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനെതിരെ അവരിന്നലെ നടത്തിയ മാധ്യമപ്രവർത്തകർക്ക് ഒക്കെ അവരുടെ വാദങ്ങളൊക്കെ പറഞ്ഞു നിരത്തിയ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകില്ല എന്നതാണ് ടീം UDF ഉറപ്പ് എന്നുകൂടി താങ്കൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. രാമന്തള്ളി മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, താഴെക്കോട് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിന് ഒരൊറ്റ മെമ്പർ മാത്രമാണ് താഴെക്കോട് പഞ്ചായത്തിലുള്ളത്. എന്നിട്ടും നമ്മൾ അവരെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ ആ രൂപത്തിലൊക്കെ അങ്ങേയറ്റത്തെ പരിഗണന പരസ്പരം ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഹരിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കമല്ലാതെ തന്നെ ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, ഈ കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിച്ചായിരുന്നു ഇതിന് ശേഷം എന്താണ് നിങ്ങളുടെ, അവര് പരിഹരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളിത് പരിഹരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തില് ഇതെല്ലാം പെട്ടെന്ന് പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രവർത്തകർക്ക് ഒരു ആഗ്രഹമുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ്. അപ്പോൾ ഒന്ന് കൂടിയാലോചിച്ച് പരിഹരിക്കാൻ നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടാവില്ലേ നിങ്ങളുടെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകരുടെ താല്പര്യത്തിനും പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സപ്പോർട്ടോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF കൈകളിലേക്ക് എത്തിച്ചത് പ്രവർത്തകരാണ്. അത് തീർച്ചയായിട്ടും പ്രവർത്തകരുടെ വികാരം പൂർണ്ണമായിട്ടും മാനിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അല്ല, ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പെട്ടെന്നൊരു ശോഭിച്ച് വന്നത് എതിർഭാഗത്തിന് ഇല്ലാത്തൊരു വടി കൊടുത്ത് ഒരു അടിമേടിക്കുന്ന പോലെ എന്നും ചില മുസ്ലിം ലീഗിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും അനുഭാവികൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഈ അവസരത്തിൽ ഉണ്ടായത് ഒരു എടുത്തിയാട്ടമാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, അതങ്ങനെയല്ല. നമ്മള് പറഞ്ഞല്ലോ, ഇവിടുന്ന്
ഒരു ചർച്ച പൂർണ്ണമാകാതെ വന്നപ്പോൾ നമുക്ക് മേൽ കമ്മിറ്റിക്ക് വിടേണ്ടി വന്നു. അവിടുന്ന് ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ തീരുമാനം ഉണ്ടായത്. ഇവിടെ തന്നെ അത് പരിഹരിക്കാമായിരുന്നു. പക്ഷെ അപ്പോ നമ്മളെ സ്ട്രെങ്ത്തിലപ്പുറത്തുള്ള ഡിമാൻഡ് ഓരോരുത്തരും വെച്ചാൽ അത് പൂർണ്ണമാവില്ലല്ലോ, തർക്കങ്ങളാവും. അതാണ് ഇവിടെ ഉണ്ടായത്. തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ടീം UDF മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. പ്രവർത്തകർക്ക് വേണ്ടി അവസാനമായിട്ട് പ്രവർത്തകരാണ് ഇത് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടെന്ന് പല പ്രവർത്തകരും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി ടീം UDF ഇനിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തന്നെ അവർക്ക് വിശ്വസിക്കാമല്ലോ അല്ലെ? UDF ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കണ്ട. ആ കാര്യത്തിൽ അവർക്ക് അങ്ങനെ കരുതുന്ന ആളുകൾക്ക് നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ. UDF ഒറ്റക്കെട്ടായിട്ട് തന്നെ പോകും. അല്ലെങ്കിൽ UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നാസർ മാഷ് പറയുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു, അത് പരിഹരിക്കുന്നു. ഓരോ പാർട്ടികളുടെയും സ്ട്രെങ്ത് അനുസരിച്ച് വേണം. ഇപ്പൊ താഴെ കൊടുത്ത കാര്യം എടുത്തു പറഞ്ഞു, ആകെ ഒരു കോൺഗ്രസ് മെമ്പർ ഉള്ളൂ, പക്ഷെ വൈസ് പ്രസിഡന്റ് ആക്കി. അപ്പോ ഇതൊക്കെ പരസ്പരം പുറത്തേക്ക് വിടാതെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിരുന്നു എന്ന ഭാഗമാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും കോൺഗ്രസിലെ ഒരു ഭാഗം പ്രവർത്തകരും പറഞ്ഞത്. ഏതായാലും ടീം UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. എല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് കഴിഞ്ഞു എന്ന് കൂടി നാസർ മാഷ് പറയുന്നുണ്ട്. ഏതായാലും ടീം UDFന്റെ മുന്നേറ്റത്തിന് ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.